ഗുരുജി, നമ്മൾ ഏത് ഗുരുപരമ്പരയുടെ ഭാഗമാണ്? നമ്മുടെ മാർഗം ബ്രഹ്മവിദ്യയാണ്. പരമ്പര ആരംഭിക്കുന്നത് ആ പരമ്പരയിൽ വന്ന ആൾ അദ്ദേഹത്തിൻ്റെ പേര് പറഞ്ഞിട്ടില്ല. അദ്ദേഹം സമാധി പോയത് പളനി എന്ന് പറയുന്ന ഒരു മലക്കുന്നിലിരുന്നാണ്. അദ്ദേഹം പളനിയിലിരുന്ന് സമാധി പോയതുകൊണ്ട് അദ്ദേഹത്തെ പളനി സ്വാമി എന്ന് അവിടെയുള്ള ആൾക്കാർ വിളിക്കാൻ തുടങ്ങി. കാലക്രമേണ പളനി സ്വാമി എന്ന് വിളിച്ചു. അതിനുശേഷം അതൊരു ശിവപുത്രനാന്ന് വിളിക്കാൻ തുടങ്ങി. ശിവത്തിലെ അലിഞ്ഞ ആളല്ലേ, ശിവനിൽ അലിഞ്ഞതുകൊണ്ട് അദ്ദേഹത്തെ എന്ത് ചെയ്തു, മുരുകനെന്ന് വിളിക്കാൻ തുടങ്ങി ആ നാട്ടുകാർ. അപ്പം നമ്മൾ മുരുകസ്വാമി എന്ന് പറയും, പളനിസ്വാമി എന്ന് പറയും. ആ പരമ്പര തുടങ്ങുന്നത് പളനിസ്വാമിയിൽ നിന്നാണ്. പളനിസ്വാമിയാണ് ഇതിൻ്റെ തുടക്കം കുറിക്കുന്നത്. ബ്രഹ്മവിദ്യ, അതിനൊരു ശാസ്ത്രമുണ്ട്, തന്ത്രശാസ്ത്രമുണ്ട്. ഈ പരമ്പര ജ്ഞാനത്തിലല്ല ശ്രദ്ധ കൊടുത്തത്. ഈ പരമ്പര ശ്രദ്ധ കൊടുത്തത് നിങ്ങൾ തയ്യാറെടുക്കാതെ നിങ്ങളെ തയ്യാറെടുപ്പിക്കാനായിട്ടാണ്. കഠിന തപസ്സികളാണ് അവർ. വേദോ ഉപനിഷത്തോ ഒന്നും എഴുതാൻ പോയില്ല. അവരവരെ തന്നെ നിർമ്മാണം ചെയ്യാൻ ശ്രമിച്ചു. ഒരു ശിവനായിക്കൊണ്ട് അവർക്ക് അതുല്യരായിക്കൊണ്ട് ഈ ഭൂമിയിൽ നിൽക്കാൻ അവർ ശ്രമിച്ചു. ആ ഊർജത്തെ അവർ തന്നെ നിർമ്മിക്കാൻ ആരംഭിച്ചു. അവരതിനു വേണ്ടി പരിശ്രമം നടത്തി. അവർക്കറിയാം കാലക്രമേണ ആൾക്കാരെല്ലാം തന്നെ അവർക്ക് സ്പന്ദിക്കണം. ഭക്തിയിൽ നിന്ന് അവർ സ്പന്ദിച്ചാൽ മാത്രമേ തിരിച്ചറിവിലേക്ക് കടക്കുള്ളൂ. സ്പന്ദനത്തിന് വേണ്ടി അവർ പല രീതിയിലുള്ള കോൺസെൻട്രേഷൻ ചെയ്തു. പളനിസ്വാമി ആയിട്ട് ആരംഭിച്ച മാർഗം ബ്രഹ്മവിദ്യയാണ്. പക്ഷേ ഇത് ചെയ്യേണ്ട തലങ്ങൾ വന്നതും ഞാൻ പറഞ്ഞല്ലോ, ബ്രഹ്മവിദ്യയാണ്. വിദ്യ എന്ന് കേൾക്കുമ്പോൾ നമുക്ക് ആദ്യം വരുന്ന പഠിക്കുക എന്നുള്ളതാണ്. എന്നാൽ ഇത് പഠിക്കുകയല്ല, ധ്യാനം സംഭവിക്കുന്നത് ശ്രദ്ധിച്ചാൽ മതി. നിങ്ങൾ പഠിക്കുന്നുണ്ടോ? അത് ഊർജത്തിൽ സംഭവിക്കുന്ന പ്രക്രിയയാണ്. ഇതിൽ തന്നെ ഒരു വർഷിപ്പില്ലാതെ എന്നാൽ പർട്ടിക്കുലറായിട്ടുള്ളൊരു തയ്യാറെടുപ്പിലൂടെ കടത്തിക്കൊണ്ട് പോയിട്ട് ഇവരതുമായി ചേർക്കാനുള്ളൊരു രീതിയാണ്, ഒരു ഊർജവുമായിട്ട് ലയിപ്പിക്കുക എന്നുള്ളത്. സദ്ഗുരു ശ്രീ ബ്രഹ്മൻ, സദ്ഗുരു കാലാങ്കി സിദ്ധർ, ഗുരുവേൽ സ്വാമികൾ, ഓം പ്രകാശ് സ്വാമി, പലരിലൂടെയും കടന്ന് ആ പരമ്പര തുടർന്നുകൊണ്ടേയിരിക്കുന്നു. പരമ്പരയ്ക്ക് അന്ത്യമില്ല. പരമ്പര ഇനിയും വന്നുകൊണ്ടിരിക്കും. അതിൽ ഓരോരുത്തർ വരുന്നത് ഓരോന്ന് ചെയ്തു വെച്ചിട്ട് അവർ അതിൻ്റെ രീതിയിൽ അവർക്കും അപ്രകാശമായി തീരും. അപ്പം അവരുദ്ദേശിക്കുന്ന ഇത്ര മാത്രമേ ഉള്ളൂ. ആരും ഒന്നിനും തയ്യാറെടുക്കാതെ നട്ടൽ നിന്നിരുന്നാൽ ഇവിടെ ഒരു ഊർജ്ജമുണ്ട്. നട്ടൽ നിന്നിരുന്നാൽ നമുക്ക് സ്വീകാര്യതപരമായിട്ടൊരു ഊർജ്ജം ഈ സൃഷ്ടിയിൽ തന്നെ വന്നു ചേരും. അതിനെന്നാൽ പർട്ടിക്കുലറായിട്ടുള്ളൊരു പ്രോസസ്സിലൂടെ അവർ കടക്കണം. അതിന് ഈ ചക്രങ്ങൾ ഉണർന്നവിടെ സജീവമായിരുന്നുകൊണ്ട് അതൊരു ഊർജ്ജത്തെ സ്വീകരിക്കണം. അങ്ങനെ സ്വീകരിക്കാനായിട്ട് അവർ തന്ത്രവിദ്യയിൽ ഊർജം കൊണ്ടുള്ള പ്രാണപ്രതിഷ്ഠകൾ ചെയ്യും. ആ പ്രാണപ്രതിഷ്ഠയ്ക്ക് വേണ്ടിയിട്ട് അവരെന്ത് ചെയ്യും, പർട്ടിക്കുലറായിട്ടുള്ള ആൾക്കാരെ തയ്യാറെടുപ്പിക്കും. ആ തയ്യാറെടുപ്പും ആ തയ്യാറെടുക്കുന്ന വ്യക്തികളും കൂടി അതിനെ പരിപാലിക്കാനായിട്ട് ഉത്തരവാദിത്വം എടുക്കും. ആ ഗുരു പോയാലും ആ ഊർജ്ജം ഒരിക്കലും നശിക്കില്ല. ആ ഗുരു ആ ഊർജ്ജമായിട്ട് ചേർന്നാണ് നിൽക്കുന്നത്. അവിടെ ആ ഊർജത്തിൽ അവർക്ക് മരിയാൻ സാധിക്കും. ആ ഗുരു അവസാനിച്ചാൽ പിന്നെ ജ്ഞാനമില്ല. എന്നാൽ അവിടെ ആ ഊർജമുണ്ട്. അത് ധ്യാനത്തിലേക്കുള്ള വഴി തുറക്കും. അതിനുള്ള തയ്യാറെടുപ്പിന് മുൻപായിട്ടാണ് അദ്ദേഹം ശിഷ്യരരികിലേക്ക് പോകുന്നതും ജ്ഞാനം പറയുന്നതും ഒക്കെ തന്നെ. അതാ ഞാൻ മുമ്പ് ആദ്യം തുടക്കത്തിൽ പറഞ്ഞത്, ഇതൊന്നും നമ്മുടെ ബോധമല്ല, നമ്മുടെ മാർഗത്തിലില്ലാത്തതാണ് ജ്ഞാനം. നമുക്ക് എക്സ്പീരിയൻസ്ഡ് മാത്രം. എപ്പോഴും ആ പവർഫുൾ എനർജി എക്സ്പീരിയൻസ് ചെയ്യുക, എന്നിട്ട് അതിലേക്ക് അലിയുക എന്നുള്ളതാണ് നമ്മുടെ തിയറി. എന്നാൽ സ്പന്ദനമാണ് നമ്മുടെ തിയറി. ഇത് സ്പന്ദിച്ചുകൊണ്ട് മാത്രം ഒരു വർഷിപ്പില്ലാതെ നിങ്ങൾ ധ്യാനം സംഭവിക്കണം നിങ്ങളിലേക്ക്. എന്നാൽ ബാക്കി സമാധിയും സംഭവിച്ചോളൂ. ശക്തമായ ഊർജ്ജം ആരിൽ വന്ന് കടന്നു പോകുന്നു അവരെല്ലാം തന്നെ മുക്തി പ്രാപിച്ചിരിക്കും. ഇപ്പോൾ ഗുരുപരമ്പരയുമായി ചേർന്ന് പ്രവർത്തിക്കുന്നതിൻ്റെ പ്രസക്തി, ഗുരുസേവ എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ് അതിൽ പെടുന്നത്? അതെ, പരമ്പരയായിട്ട് ചേർന്ന് പ്രവർത്തിക്കുന്നത്. പരമ്പരയിലുള്ളവർക്ക് ഞാൻ ചേരാൻ പറയണ്ട, മനസ്സിലായോ? അതിൽ വന്നു ചേരും, അവരതുമായി ചേരും, മനസ്സിലായോ? അതിന്റെ പ്രസക്തിയെ കുറിച്ച് ഇപ്പോൾ ഒരു അമ്മയെ കാണുമ്പം കുട്ടിക്ക് അറിയാം അത് അമ്മയാണ്. അതുകൊണ്ട് അവരതുമായിട്ട് ചേർന്ന് പ്രവർത്തിക്കും. ഗുരുസേവ എന്ന് പറയും. എല്ലാ സേവകളും, സേവ അർത്ഥമാക്കുന്നത് നമ്മുടെ ബ്ലോക്കുകളെ മാറിക്കിട്ടാനായിട്ടാണ്.
നമ്മളെല്ലാം പറഞ്ഞു, നമ്മളെന്തെങ്കിലും പിടിച്ചു വെക്കാൻ ശ്രമിക്കുമ്പോഴാണ് നമ്മൾ അനാഹത നമ്മുടെ ബ്ലോക്ക് ആവുന്നത്. അതെന്നാൽ തുറന്നുള്ള രീതിയിലൊരു പ്രവർത്തനമാണ് സേവ. ഒന്നും പ്രതീക്ഷിക്കാതെ നമ്മൾ എന്തെങ്കിലും ചെയ്യുമ്പോൾ ഈ അനാഹതയുടെ ബ്ലോക്കുകൾ മാറിക്കിട്ടും. അതൊരു സാധ്യതയാണ്. ചിലവർക്ക് സാധന ചെയ്യാനോ അവർക്ക് അതിനുള്ള ആരോഗ്യം ഉണ്ടാവില്ല. എന്നാൽ അവർക്കും കൂടി എന്തെങ്കിലും കൃപയുടെ വലയമാണ് സേവ. കൃപ തുറക്കുന്ന ഇങ്ങനത്തെ മാർഗത്തിലൂടെയാണ്. നിങ്ങൾക്കിനി കൃപയില്ലെങ്കിലും നിങ്ങൾക്ക് സാധന പരിശീലിച്ചാൽ നിങ്ങൾക്ക് എത്താൻ സാധിക്കും. നിങ്ങളുടെ പരിശ്രമം മാത്രമേ. പക്ഷേ അത് പറ്റാത്ത ആൾക്കാർക്ക് വേണ്ടി തുറന്നു വെച്ചിരിക്കുന്ന ഒരു മാർഗമാണ് സേവ. സേവയിലൂടെ ഒരു വ്യക്തിക്ക് തിരിച്ചറിവിലേക്കുള്ള കൃപ വന്നു ചേരും. ധാരാളമുള്ളൊരു ബ്ലെസ്സിങ്സിലേക്കുള്ള മാർഗമാണ് സേവ. അപ്പം ഒരു മനുഷ്യൻ്റെ കർമ്മ ഡിലീറ്റ് ചെയ്യാനുള്ള ഏറ്റവും എളുപ്പ വഴി ഗുരുസേവയാണോ? ഒരിക്കലുമല്ല. ഗുരുസേവ എന്ന് പറയുമ്പം ഇത് ഡിലീറ്റ് ചെയ്തതിന് ശേഷം തുടങ്ങുന്നൊരു പ്രോസസ്സാണ്. അതിലേക്ക് വീണ്ടും വരാതിരിക്കാനായിട്ട് ആദ്യ സമയത്ത് അവർ സാധന പരിശീലിച്ചിട്ട് ഇതിൻ്റെ അളവ് വളരെ വ്യാപ്തിയാണ് കർമ്മത്തിൻ്റെ. അതവിടെ നിൽക്കും. അത് നിൽക്കുമ്പോൾ അവർ വീണ്ടും അതിലേക്ക് തൊട്ടുപോകാതിരിക്കാനായിട്ടാണ് ഗുരുസേവ ആരംഭിക്കുന്നതും. അതിന് ശേഷമാണ് അത് നിൽക്കും. ഒരാളുടെ കർമ്മം എങ്ങനെയാണ്, നമ്മൾ പർട്ടിക്കുലറായിട്ട് നമുക്ക് അൺകോൺഷ്യസ് ആയിട്ടാണ് നമ്മുടെ പ്രവൃത്തികളെല്ലാം നടക്കുന്നത്. ബോധപൂർവമല്ല നമ്മൾ ചെയ്യുന്നതെല്ലാം തന്നെ കർമ്മമായി വരികയും ചെയ്യും. എന്നാൽ നിങ്ങൾ ബോധപൂർവം നിങ്ങളുടെ പ്രവൃത്തിയിലും നിങ്ങളുടെ ചിന്തയിലും വാക്കുകളും എല്ലാം തന്നെ നിങ്ങൾക്കൊരു ശുദ്ധി വരും. ചിത്തശുദ്ധി വരും, വാക്ശുദ്ധി വരും, എല്ലാം വരും നിങ്ങൾക്ക്. ആ സമയം തൊട്ട് നിങ്ങൾ ഒരു സന്തോഷത്തിലാണ്. ഈ സന്തോഷത്തിൻ്റെ വ്യാപ്തിയിൽ നിങ്ങൾ എന്ത് ചെയ്താൽ പോലും ആ കർമ്മത്തിൻ്റെ പ്രശസ്തി നിങ്ങളിലില്ല. അതവിടെ തന്നെ ഉണ്ട്, പക്ഷേ അത് നിങ്ങളിൽ ബാധിക്കുന്നില്ല. നിങ്ങൾ അതുമായിട്ട് അകലെയാണ്. നിങ്ങൾ ഈ കർമ്മ ശരീരത്തിൻ്റെ ഓർമ്മയിലല്ല. നിങ്ങളൊരു ഉണർവിലേക്ക് പോകുന്ന സഞ്ചരിക്കുന്ന പാതയിലാണ്. നിങ്ങൾ പുതിയതായിട്ടൊന്നിനും തൊടുന്നില്ല. തൊടാതിരിക്കുമ്പോൾ നിങ്ങളിലേക്ക് വേറൊന്നും വരുന്നില്ല. അതിനാണ് ഗുരുസേവ ചെയ്യാൻ പറയുന്നതും ആ മാർഗത്തിലൂടെ പോയി ബ്രഹ്മവിദ്യയിലേക്ക് അല്ലെങ്കിൽ മുക്തി പ്രാപിക്കാനും പറയുന്നതിൻ്റെ ആവശ്യം. ഇപ്പോൾ ഗുരുപൂജയുടെ പ്രാധാന്യത്തെക്കുറിച്ചൊന്ന് പറഞ്ഞു തരും. ഗുരുപൂജ നമുക്കറിയാം. നമുക്ക് ഈ ജ്ഞാനം നമുക്ക് മനസ്സിലാവണം. നമുക്കറിയാം സൃഷ്ടിയുടെ ജ്ഞാനം നമുക്ക് ശരീരത്തിൻ്റെ മനസ്സിനും അപ്പുറത്തെ ഉണർവിലാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. എന്നാൽ ഇത് മനസ്സിലാക്കാനുള്ള ഒരു എളുപ്പ വഴിയാണ് ഗുരുപൂജ. ബുദ്ധി കൊണ്ട് ഗ്രഹിക്കാൻ പറ്റാത്തത് ഭക്തി കൊണ്ട് ഗ്രഹിക്കാൻ പറ്റും. ഭക്തിയിലൂടെ നമുക്ക് ഗ്രഹണം സാധിക്കും. വാട്ട് ഈസ് ഗുരു? ഗുരു എപ്പോഴും അവൈലബിളാണ്. അദ്ദേഹം നിങ്ങളുമായിട്ട് സമർപ്പിച്ച ഒരാളാണ്. നിങ്ങൾക്കായി തന്നു കഴിഞ്ഞ ആളാണ് അദ്ദേഹം. അപ്പം അതിനോടുള്ള എക്സ്പ്രഷൻ അല്ലാവ്, അതിനുവേണ്ടി നമ്മൾ കൊടുക്കുന്ന ഒരു എക്സ്പ്രഷനാണ് ഗുരുപൂജ. നിങ്ങളൊരു ജീവനാണ്. എന്നാൽ ആ ജീവനിലേക്ക് ഗുരുവിന് ജീവിക്കാൻ സാധിക്കും. അപ്പം നിങ്ങൾക്ക് പർട്ടിക്കുലറായിട്ടൊന്നും അറിയണ്ട. നിങ്ങളുടെ ജ്ഞാനം അതിൽ തന്നെ സംഭവിച്ചോളും. ഒന്നും വായിക്കണ്ട. ബ്രഹ്മസൂത്രമോ അദ്വൈതമോ ഭഗവത്ഗീതയോ ഒന്നും വായിക്കണ്ട. ജ്ഞാനം നിങ്ങളുടെ ഉള്ളിൽ ജീവിച്ചിരിക്കും. ശുദ്ധ സമർപ്പണം മതി. അതെ, ആ ജീവൻ നിങ്ങളുടെ ഉള്ളിൽ വസിക്കാൻ ആരംഭിക്കും. അതുകൊണ്ട് ആവാഹനം സമർപ്പിക്കും. ഞാൻ ആവാഹിക്കുവാണ് എൻ്റെ ഗുരുവിനെ എൻ്റെ ഉള്ളിലേക്ക്. അതാണ് എന്തിലേക്ക് ആവാഹിക്കുന്നത്? തത്വമസ്യാകി ലക്ഷ്യം. ഗുരുപൂജയുടെ ശക്തീകരിച്ചുള്ള ജീവനുള്ളിടത്തെല്ലാം തന്നെ ആ ശക്തീകരിച്ചുകൊണ്ടുള്ള ഊർജ്ജത്തെ നമുക്ക് അനുഭവിച്ചറിയാനായിട്ടുള്ള ഒരു മാർഗമാണ് ഗുരുപൂജ. ഗുരുപൂജയുടെ ആ പ്രശസ്തി, ഗുരുപൂജയുടെ സമർപ്പിച്ചുകൊണ്ടുള്ള മാർഗം ഒക്കെ തന്നെ നമ്മളെ ആ തിരിച്ചറിവിലേക്കാണ് എത്തുന്നത്. നമുക്ക് എവിടെ ചെന്നാലും നിങ്ങൾ പർട്ടിക്കുലർ ഒരു ബുക്കിൽ നോക്കിയിട്ടൊന്നും വായിച്ചു പറയണ്ട. നിങ്ങൾക്കത് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവും അതെന്താണെന്നുള്ളത്. നമ്മുടെ ഉള്ളിൽ നിന്ന് തന്നെ അറിവ് ലഭിക്കുന്നു. സൃഷ്ടിയുടെ സർവ്വ അറിവ് നിങ്ങളുടെ ഉൾബോധത്തിൽ കാണും. ഗുരു എന്തായിട്ടിരിക്കുന്നത്? ഗുരുമുക്തിയാണ്, ഗുരു ബ്രഹ്മമാണ്. ആ ബ്രഹ്മ അറിവ് മുഴുവനും നിങ്ങളുടെ ഉള്ളിലും ഉണ്ടാവും. നിങ്ങൾക്ക് സംശയമില്ല സൃഷ്ടിയെക്കുറിച്ച്. നിങ്ങളതുമായി ചേർന്ന് ആ ജീവൻ നിങ്ങളുടെ ഉള്ളിൽ, അത് ജ്ഞാനമാണ്. ഗുരു പ്രകാശമാണ്. ഇരുട്ടിലേക്ക് ഗുരു പ്രകാശമായി ഇരിക്കുകയാണ്. അതിൻ്റെ ഏറ്റവും വലിയ പ്രാധാന്യം. മുക്തിയിലേക്കാണ് ഗുരുവിനെ നമ്മൾ ആവാഹിക്കുന്നത്. ഗുരു നിങ്ങളുടെ ഉള്ളിൽ ജ്ഞാനമായി പ്രവർത്തിക്കും. നിങ്ങളതിലേക്ക് സഞ്ചരിപ്പിക്കും. നിങ്ങളെപ്പം ചൂടാവണമെന്നും നിങ്ങളെപ്പം തണുക്കണമെന്നും നിങ്ങൾ എന്ത് ചെയ്യണമെന്നും എന്നുള്ളൊരു ജീവൻ്റെ അംശമായിക്കൊണ്ട് അത് നിങ്ങളുടെ ഉള്ളിൽ വസിക്കാൻ ആരംഭിക്കും. അതിനുവേണ്ടി ചെയ്യുന്നൊരു പ്രോസസ്സാണ് ഗുരുപൂജ. നമസ്കാരം ഗുരുജി. നമസ്കാരം. ഇത്രയും വലിയ അറിവുകൾ പറഞ്ഞു തന്നതിന് വലിയ വലിയ നന്ദി. എല്ലാവർക്കും എൻ്റെ നമസ്കാരം.